കൊല്ലം കരുനാഗപ്പള്ളി തഴവയിൽ ലഹരി സംഘത്തിന്റെ അഴിഞ്ഞാട്ടം. 10 വീടുകളും ഒരു കാറും അടിച്ച് തകർത്തു. ബൈക്കിൽ മാരകായുധങ്ങളുമായി എത്തിയ സംഘമാണ് ആക്രമണം അഴിച്ചുവിട്ടത്. ഹെൽമറ്റും മുഖംമൂടിയും ധരിച്ചായിരുന്നു ഈ അഴിഞ്ഞാട്ടം. വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി മുഖം മറച്ചെത്തിയ സംഘം മണിക്കൂറുകളോളമാണ് തഴവ കുറ്റിപ്പുറത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. തഴവ കുറ്റിപ്പുറം അശ്വതി ഭവനത്തിൽ സുനന്ദിയുടെ വീടിന് നേരെയാണ് ആദ്യം ആക്രമണമുണ്ടായത്. വീടിന്റെ കതക് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്ന സംഘം വീട്ടിനുള്ളിലെ സാധന സാമഗ്രികൾ അടിച്ചു തകർത്തു. അക്രമികളുടെ ശബ്ദം കേട്ട് സമീപത്തെ വീടുകളിലുള്ളവർ ലൈറ്റിട്ടതോടെ സമീപത്തെ വീടുകൾക്ക് നേരെയും ആക്രമണം നടത്തി. 10 വീടുകൾക്ക് നേരെ ആക്രമണമുണ്ടായെന്നാണ് പരാതി. അക്രമി സംഘം ഭീഷണി മുഴക്കുകയും ചെയ്തു. ഒരു സംഘം അക്രമം നടത്തുമ്പോൾ മറ്റൊരു സംഘം മാരകായുധങ്ങൾ കൊണ്ട് പുറത്ത് സംരക്ഷണമൊരുക്കി. ലഹരി സംഘങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവന. ഈ ഒരു ഏരിയയിലെ കുറച്ച് ഈ മയക്കുമരുന്ന് മാഫിയയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ അതിനെതിരെ ശക്തമായിട്ട് നടപടികൾ എടുക്കുന്നതാണ്. ഇതിനെ ആരൊക്കെയാണെന്ന് ഉടനെ തന്നെ കണ്ടുപിടിക്കും. അതിന്റെ CCTV ദൃശ്യങ്ങളും ശേഖരിക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട്. ആക്രമണം നടന്ന വീടുകളിൽ പോലീസും വിരലടയാള വിദഗ്ധരും ഉൾപ്പെടെയുള്ളവരെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ കരുനാഗപ്പള്ളി പോലീസ് കേസെടുത്തു. 24 കൊല്ലം.